പാലക്കാട് മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകനെതിരെ കൂടുതൽ ഞെട്ടിക്കുന്ന പരാതികൾ. കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ അധ്യാപകൻ മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചു. 5 വിദ്യാർത്ഥികൾ കൂടി അധ്യാപകനായിരുന്ന വ്യക്തിക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. അധ്യാപകൻ താമസിച്ചിരുന്ന സ്ഥലത്തു വെച്ചും സ്കൂളിൽ വെച്ചും ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പുറത്തുവരുന്ന വിവരം. അധ്യാപകന്റെ പീഡനത്തിനിരയായ 6 വിദ്യാർത്ഥികളെ ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും കൂടുതൽ പേരുണ്ടെന്ന സംശയമാണ് പോലീസിനുള്ളത്. അധ്യാപകന്റെ അതിക്രമത്തിന് ഇരയായ കുട്ടി സഹപാഠിയോട് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. മദ്യം നൽകിയ ശേഷമാണ് കുട്ടിയോട് അധ്യാപകൻ ലൈംഗികാതിക്രമം നടത്തിയത്. പോലീസ് പിടിയിലായ അധ്യാപകന്റെ ഫോൺ പരിശോധിച്ചതോടെയാണ് കൂടുതൽ ഞെട്ടലുണ്ടായത്. നിരവധി കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഇയാളുടെ മൊബൈലിലുണ്ടായിരുന്നു. മറ്റു കുട്ടികളും പീഡനത്തിന് ഇരയായിട്ടുണ്ടാകാമെന്ന സംശയം ഇതോടെ പോലീസിനുണ്ടായി. തുടർന്ന് CWC സ്കൂളിലെത്തി കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി. ഇതോടെ വീണ്ടും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. അധ്യാപകനായിരുന്ന വ്യക്തിയുടെ അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്ന് 5 കുട്ടികൾ കൂടി കൗൺസിലിംഗ് സംഘത്തെ അറിയിച്ചു. പിടിയിലായ വ്യക്തി നിരവധി കുട്ടികളോട് ക്രൂരത കാണിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസും CWCയും. കുട്ടികൾക്ക് ഫലപ്രദമായ കൗൺസിലിംഗ് തുടരും. സ്കൂളിൽ വെച്ചും പല കുട്ടികൾക്കും അതിക്രമം നേരിടേണ്ടി വന്നു. ചില കുട്ടികളെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ചു. അതിക്രമ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. ദുരനുഭവമുണ്ടായ കുട്ടികളെല്ലാം UP ക്ലാസുകളിൽ പഠിക്കുന്നവരാണ്. കുട്ടികളെ അമ്മയുടെയോ അച്ഛന്റെയോ അടുത്തിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. റിപ്പോർട്ടിന് പിന്നാലെ കർശനമായ മറ്റ് നിയമ നടപടികൾ കൂടി കൈക്കൊള്ളാനാണ് തീരുമാനം. മദ്യം നൽകി കുട്ടിയോട് അതിക്രമം കാണിച്ച കേസിൽ അധ്യാപകനായിരുന്ന വ്യക്തി റിമാൻഡിലാണ്. ഇയാളുടെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഈ അധ്യാപകന് ലഭിച്ചു എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയുള്ളത്. അധ്യാപക വേഷത്തിന്റെ മറവിൽ ഒരാൾ കാട്ടിക്കുട്ടിയ കൊള്ളരുതായ്മയ്ക്കെല്ലാം സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ മൗനം ഗുരുതര വീഴ്ചയാണ്. അതീവ ഗുരുതരമായ വിഷയങ്ങൾ അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചു. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് സ്കൂളിൽ നിന്ന് ചൈൽഡ് ലൈനിനെ പോലും വിവരങ്ങൾ അറിയിച്ചത്. ഡിസംബർ 18-നാണ് ഒരു വിദ്യാർത്ഥി സഹപാഠിയോട് അധ്യാപകൻ തനിക്ക് മദ്യം നൽകി നടത്തിയ അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. ആ ദിവസം തന്നെ സ്കൂൾ അധികൃതരും കാര്യം അറിഞ്ഞതാണ്. 19-ാം തീയതി അധ്യാപകനെതിരെ മാനേജ്മെന്റ് മുഖേനയുള്ള ചില നടപടികളുണ്ടായെങ്കിലും നിയമാനുസൃതം നിർബന്ധമായും പിന്തുടരേണ്ട ഒരു മാനദണ്ഡവും സ്കൂൾ അധികൃതർ പാലിച്ചില്ല എന്നത് ഗുരുതരമായ അലംഭാവമാണ്. സ്കൂൾ അധികൃതർ പീഡന വിവരം മറച്ചുവെച്ചു. അധ്യാപകനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തി. എന്നീ കണ്ടെത്തലുകൾ AEOയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. സ്കൂൾ മാനേജറെ അയോഗ്യനാക്കണമെന്ന് AEO വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകി. വിഷയം അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മാനേജർക്കെതിരെ ശുപാർശ നൽകിയത്. സ്കൂളിലെ പ്രധാനാധ്യാപിക, ക്ലാസ് ടീച്ചർ എന്നിവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികളിൽ നിന്നുകൂടി വിവരങ്ങൾ ശേഖരിച്ചാലേ പീഡനത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസും CWCയും കണക്ക് കൂട്ടുന്നത്. ക്യാമറമാൻ രമേശ് രാമനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.